ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പാതിരാത്രി ദുബായ് ഫിഷ് മാർക്കറ്റിൽ പോയ ഒരു സംഭവമാണ്. അങ്ങനല്ല, അത് എങ്ങനെയാന്ന് വെച്ചാല് ഭ്രാന്ത് കയറിയിട്ട് നട്ടപ്പാരാക്കി 2 മണിക്ക് ഫിഷ് മാർക്കറ്റ് പോയ 2-2:30 മണിയായി. അങ്ങനെ പറയാം. 2-2:30 മണിയായി അവന് എൻട്രി ചെയ്ത് ഫിഷ് മാർക്കറ്റിനകത്ത്. അതെ, രാത്രി 2 മണി 1:30-2 മണിക്കാണ് ഈ പോകുന്നത്. ആരെ കാണാന്? ഒരു സൂക്ക് പോലത്തെ സംഭവം അല്ലേ. പക്ഷെ ഇതിനകത്ത് ആ സമയത്ത് ആരും ഇല്ല. ആ സമയത്ത് ഫിഷ് അങ്ങോട്ട് ഫ്രണ്ടിൽ പോകുന്ന ഒരാളെ കാണുന്നുണ്ടോ നിങ്ങൾ? ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ കണ്ണട വെച്ചിട്ട് പുള്ളി പറഞ്ഞതാണ് അവിടെ നല്ല ഫിഷ് കിട്ടും. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാ ഞങ്ങൾ. അയാളെ ഫുള്ളായിട്ട് ഇപ്പം നമുക്ക് കാണിക്കാം. പക്ഷെ അത് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ സൂക്ക് പോലെ അല്ല, മറ്റേ കുറേ ഇതെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം രാത്രി ടൈം ആകുമ്പോൾ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകൽ പോയാലും ഫുള്ള് കാണാൻ പറ്റും. സംഭവം എന്ന് പറഞ്ഞാൽ ഈ രാത്രി കുറച്ച് ഫിഷ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു നല്ല അടിപൊളി ഫിഷ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ഇപ്പൊ ഇയാൾ ഇതാണ് നമ്മളെ ഇതാണ് അനീസ് ട്രിവാൻഡ്രം. യെസ്, പുള്ളിയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും എവിടെ ഫുഡ് എവിടെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുന്ന ഒരാള്. ഇത് പിന്നെ കാരണം ഇതാണ് റിഷാദ് പെരിന്തൽമണ്ണ. ആരെങ്കിലും കാണണ്ടേ? റിഷാദ് പെരിന്തൽമണ്ണ വിത്ത് റഫീഖ് ബജ്ജങ്ങളെ കൂടെ. ഇയാൾ ഈ അനീസ് ട്രിവാൻഡ്രണ്ടല്ലേ, നല്ല ഓഫറാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടായത്. മീനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ കണ്ടാ തോന്നും ഏകദേശം വലിയ മീനൊക്കെ മേടിച്ചു പോരും. പക്ഷെ ഒരു സാധനം വാങ്ങൂല പോയി ഒപ്പം പോയ എനിക്കറിയില്ലേ അതിനെത്ര ഇതിനെത്ര. പക്ക മലയാളി. ഫിഷ് മേടിച്ചാലും ഇല്ലെങ്കിലും മാർക്കറ്റ് ഒരു ഒന്നൊന്നര സംഭവം. ഓക്കെ, മാർക്കറ്റ് അടിപൊളി. ദുബായ് ഫിഷ് മാർക്കറ്റ് ഒന്നൊന്നര സംഭവം. മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ദുബായ് മാർക്കറ്റിൽ പോകുന്നത്. ഞാൻ നെട്ടിപ്പോയി. ഞാൻ മുമ്പും പോയിട്ടുണ്ട്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടല്ലേ, ഫ്രോസനും അത് ഇത് മറ്റേ എല്ലാം ക്ലീനിങ് വരെ ഭയങ്കര സ്റ്റാഫ്. ഈ റഫീഖ് എന്ന് പറഞ്ഞതാ ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാ നെണ്ട്. മക്രുവാണത്. ഞണ്ടല്ലേ? ഞണ്ട് റൈറ്റ്. വലിയ ഞണ്ടാണ്. അവരതിനെ ചോദിക്കുന്നത് എന്താ അറിയോ? ചോദിക്കുന്നുണ്ട് ഒന്നും കൂടി ഓഫർ ചെയ്യുമോ. എത്ര ദിറംസിന് കിട്ടും അത്? മാക്സിമം ഓഫർ നോക്കി നടക്കുകയാണ് അവര്. വില വേഷാന് ആ കണ്ണടന്റെ ആളെക്കെട്ട് വേറെ ആരും പറ്റൂല. വില വേഷ ആള് ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയാം. അള്ളാഹ് എന്താ അതിന്റെ പേര്? മീന് ഏകദേശം എന്തായാലും ഒരു 10,000 ഒരുപാട് മീനുണ്ട്. കുറേ തരം മീനുകളുണ്ട്. 10,000-ഓളം ഉണ്ടാവും ടോട്ടലായിട്ട്. അവന്റെ ഹൃദയം പൊട്ടുന്ന ഒരു രംഗാണിത്. അങ്ങനെ വലിയ ക്യാഷ് പറഞ്ഞിട്ട് ചെറിയ ക്യാഷ് കൊടുക്കുന്നത്. ഈ റഫീഖ് പറഞ്ഞതിനുണ്ടല്ലോ, ക്യാഷ് എവിടെയെങ്കിലും ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടവും ബുദ്ധിമുട്ടും അവന്റെ നെഞ്ഞ് പൊട്ടിപ്പോകുന്ന വേദനയിലാണ് ആ ക്യാഷ് ആൾക്ക് കൊടുത്തത്. എന്നിട്ട് അതിന് 5 ദിറംസ് ഡിസ്കൗണ്ടും ചോദിച്ചു. അതാ രസം. അളിയാ, ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ സൂക്ഷ്മത പാലിക്കണം. അതൊക്കെ പാലിക്കണം. പക്ഷെ അവരും ഈ നട്ടപ്പാര വരെ അവിടെ നിൽക്കുന്ന ജോലി നട്ടപ്പാതിരാണിക്കല്ല, രാവിലെ പോയിട്ട് ഫുള്ളായിട്ട് ഉറങ്ങും അടിച്ചു പൊളിച്ചിട്ട്. അതാ വലിയ ഇതെന്താണ് ഐക്കുറ. അത് നോക്കലേ ഉള്ളൂ, വാങ്ങലില്ലേ? ഐക്കുറാണ് അത് വാങ്ങിയല്ലേ? വാങ്ങുന്നില്ല അവര്. എത്ര തരം മീനല്ലേ. ചെങ്ങായിക്ക് വേറെ പണിയില്ല. എന്നിട്ട് ലാസ്റ്റ് വാങ്ങിയ എന്റെ നാട്ടുകാരനാക്കുന്ന മലപ്പുറത്തുള്ള ഒരാളെ ഞങ്ങൾ വാങ്ങിയത് സാധനം. എല്ലാ നാട്ടിലെ ആൾക്കാരുണ്ട് അവിടെ ജോലി. അവര് വരുന്ന ദുബായിന്ന് വരുന്ന മറ്റേത് മംഗലാപുരത്തിന്റെ ആൾക്കാർ സാധനങ്ങൾ ഭയങ്കര പർച്ചേസിങ് കഴിഞ്ഞ് വരുന്ന പോലെ. ആകെ 2 അയിലും ഒരു മത്തിയാണ് ആ കവറിൽ കാണുന്നത്. ഓ, ഐക്കുറ സത്യം പറഞ്ഞു. ഹായ്, ഇടക്കിടക്ക് എന്റെ ഫേസ് ഒന്ന് കണ്ടോട്ടെ എന്ന് എഴുതിയിടണേണ്. അവനെ മാത്രം സഹിച്ചാൽ പോരല്ലോ, കുറച്ച് സഹിക്ക്. ഇതാണ് ക്ലീനിങ് സെക്ഷൻ വരുന്നത്. ക്ലീനിങ് കൗണ്ടർ. അത് എത്ര ദിറംസ്? ചെറിയ ദിറംസ് അല്ലേ? കറക്റ്റ് ഞങ്ങൾ നോക്കി ചെക്ക് ചെയ്തില്ല. കാരണം ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നത് കാരണം എനിക്ക് അത് നോക്കാൻ സമയം കിട്ടിയില്ല. ചെറിയ ക്യാഷ് കൊടുത്താൽ മതി ക്ലീൻ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പെട്ടെന്ന് കിട്ടി, സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് 20 മിനിറ്റ്സിനുള്ളിൽ കിട്ടി. നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായി. ഇവരെന്തോ കളഞ്ഞു പോയവരെ അന്വേഷിച്ച് നടക്കണുണ്ടോ? ഒന്നുമല്ല. അവിടെ ഇനി വേറെ ഏതെങ്കിലും മീനുണ്ടോ, വില പേശ ആരെങ്കിലും ബാക്കിയുണ്ടോ, അത് അന്വേഷിച്ച് നടക്കുകയാണത്. ഇത് കാണുന്ന ആൾക്കാരുണ്ടല്ലേ, നമുക്കൊരു നല്ലൊരു ടൈം പറയണം. നമ്മൾ പോയപ്പോൾ ഒന്നും കൂടി ഓഫർ അത്ര ഇല്ലായിരുന്നു. ഇനിയും കറക്റ്റ് ടൈം 1:30 മണിക്കാണ് തോന്നുന്നുണ്ട്. 2 മണിയോളം അതിന്. അല്ല, 1:30 മണിക്കല്ലേ ഫ്രഷ് സാധനം വന്നിറങ്ങുന്നത്. അങ്ങനെ എന്തേ പറഞ്ഞ് നമുക്ക് അങ്ങനെ വലുത് ഞങ്ങൾക്ക് കിട്ടിയില്ല. നമുക്ക് വലിയ ഓഫർ ആയിട്ട് കിട്ടിയിട്ടില്ല.
പക്ഷേ അതിൻ്റെ ടൈം കറക്റ്റ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് മുഖേന അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റുള്ള ഇതാ ഇത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത് കാണുന്നത് ഈ ഏരിയ. ഇവൻ എന്നിട്ട് നേരെ പോണത് അമ്മായിൻ്റെ വീട്ടിൽ പോണ മാതിരി നേരെ കറങ്ങി പോകുന്നത്. അത് ക്ലോസ് ആണ്. ഇത് വിൽക്കുന്ന തന്നെ ഇത് വിൽക്കല്ലടാ, ജീവനോടെ മ്യൂസിയം പോലെ വിസ്മി ഇതൊക്കെ അക്വേറിയം പോലെ ഉണ്ട്. പക്ഷെ അത് സെയിൽ ചെയ്യാൻ എങ്ങനെ കഴിക്കുന്നു? ഇതിനൊക്കെ എങ്ങനെ കഴിക്കുക? കഴിക്കുന്ന വെട്ടി പീസാക്കി കറിയാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും, അത് വേറെ കാര്യം. പക്ഷെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. കടിച്ച് മാന്തും അത്. ക്ലീൻ ആക്കി കഴിഞ്ഞാണ് ഞങ്ങള് ഒരു വീഡിയോ, ഇതിന്റെ മുമ്പത്തെ വീഡിയോ അല്ലേ അത്, ഇതിന് ശേഷമുള്ള വീഡിയോ ആയിരുന്നത്. കള്ളന്മാർ വന്നത് ഇപ്പൊ ഇത് അല്ല, അത് ക്ലീൻ ആക്കി കയ്യിൽ കിട്ടി. ക്ലീൻ ആക്കിയിട്ട് കയ്യിൽ. ഇനി ഞങ്ങൾ ഇത് അവിടെ തന്നെ ഒരാൾ പറഞ്ഞ് അവിടെ തന്നെ ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പൊരിച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി തരുന്ന ആ സ്ഥലമുണ്ട്. അവിടേക്കാണ് ഇനിയിപ്പോ പോകാൻ പോകുന്നത്. ഞങ്ങൾ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. അതിന്റെ സാരിയുണ്ട്. പിന്നെ പച്ചക്കറി ഇപ്പൊ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കണ്ണനെ കാണാനല്ലേ, കണ്ണട തിരുവനന്തപുരം, അയാൾ ആ മീനും കൊണ്ട് നേരെ പോയിന്. എവിടെ പോയതെന്ന് അറിയണ്ട്. പറഞ്ഞത് ഇതാ ഇവിടെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എൻഡോയിൽ കാണിച്ചില്ലേ, അതെ അതിന്റെ തൊട്ട് പുറത്താണ് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇപ്പുറത്ത് പണിയെല്ലാം നടക്കുന്ന എൻട്രൻസിലല്ല. ഇത് മെയിൻ റോഡിൽ കാണുന്ന ഇതാണ് മെയിൻ റോഡ് ഏരിയ. അതാണ് വെജിറ്റബിൾ മാർക്കറ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്രയും വൃത്തിയും നല്ല സൂപ്പറാണ്. സൂപ്പർ സംഭവം. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു. ഇതിന്റെ ഫ്രണ്ടേജ് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞമ്മള് എക്സിറ്റ് അറിയാതെ ഒരു 10 വട്ടം വന്നു. ഇപ്പൊ അനീസിന് കൂടെ പിന്നെ രാത്രി ഒരു 1 മണി 12 മണിക്ക് തോന്നിയൊരു ഭ്രാന്ത്, ഫ്രഷ് മീൻ വാങ്ങണം. അപ്പൊ അനീസ് ഭായി പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുകാരുണ്ട് ഒരാള്. ഈ ഇരിക്കണ കണ്ണട ആള് പറഞ്ഞ് 5 ദിർഹംസിന് ദുബായിൽ മീൻ കിട്ടാണ്ട്. അതും അത് വെറും മീനല്ല, ഫ്രഷ് ക്ലീൻ ചെയ്ത മീന്. പിന്നെ ഇപ്പൊ എന്ത് വന്ന് വാങ്ങാന്നുള്ള എഴുതിയാണ് പോന്നതാണ്. ഇപ്പൊ ആകെ വണ്ടിയും വലിയായി. അപ്പൊ പോയോണ്ടേ ഇരിക്കുകയാണ്. ഇനി ഒരു ക്യാപ്പച്ചിനെ കുടിച്ചിട്ട് ഒറ്റ വീടാണ്. ഉറങ്ങാൻ പോണടുത്ത് ക്യാപ്പച്ചിനെ കുടിക്കാൻ നിൽക്കുക. ഈ മന്ദനും പൊട്ടനുമായ റഫീഖുമായുള്ള യാത്ര ഞാനിതാ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്തുനിന്ന് ആരെങ്കിലും അറിയോ എങ്ങനെ ഇതിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്? അത് എക്സിറ്റ് കുറെ നേരമായി കാണാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ എവിടെ ഇതിന്റെ വഴി? അറിയുന്ന ആൾക്കാർക്ക് പൊന്നാര മക്കളെ, ഇതാണ് അവസ്ഥ. ഇത്രയും എന്താ പറയാ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. ഇതിന്റെ അകത്ത് കൂടി ഞങ്ങൾ എക്സിറ്റ് അന്വേഷിച്ച് കിടക്കുക. കുറെ നേരമായി. അവസാനം ഒരു എക്സിറ്റ് കിട്ടി. ഇതിന് വല്ല ബുർജ് ഖലീഫിന്റെ മുന്നിലെത്തുന്നോ? ഇതാ ഞങ്ങളിതാ അങ്ങനെ അവസാനം ഞങ്ങളുടെ ദൗത്യം അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് എക്സിറ്റ് ആയി. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങല്ല, പാവം ഡ്യൂട്ടിയിലാണ്. ഇതാ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഏതൊരു പൊട്ടതാ എനിക്ക്. ഇയാൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഇയാൾക്ക് നിയമമൊന്നും ബാധകമല്ല.